വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കായ തെക്ക് കിഴക്ക്, സമ്പത്തിന്റെ ദിക്ക്, അഗ്നികോണ്, ആ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതും ചെയ്തു കൂടാത്തതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇത് നോക്കുക. കാരണം ഇത് നിങ്ങളുടെ സമ്പത്തിനെ പരമോന്നതിയിൽ എത്തിക്കാനും കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാനും ഈ പറയുന്ന കാര്യങ്ങളിൽ ഉള്ള അവസരങ്ങൾ അതിനകത്തുണ്ട്. വളരെ ശ്രദ്ധിക്കുക. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂടാ എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് തെക്ക് കിഴക്കിന്റെ കിഴക്കിൽ നിന്ന് പ്രവേശിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഗേറ്റ് പാടില്ല. അത് വാസ്തുപ്രകാരം തെറ്റാണ്. അങ്ങനെ നിങ്ങൾക്കൊരു ഗേറ്റ് തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കണമെങ്കിൽ തെക്ക് കിഴക്കിന്റെ തെക്കിൽ നിന്ന് കയറുന്ന രീതിയിലുള്ള ഒരു ഗേറ്റ് വെക്കാം. 2, തെക്ക് കിഴക്കെന്ന് പറയുന്ന ആ ഒരു ഭാഗം, ആ സ്ഥലത്ത് ബോർവെൽ, കിണർ, സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് വാട്ടറിന്റെ കുഴി, ഇത്തരത്തിലുള്ള പിന്നെ നമ്മുടെ വെള്ളം നിറച്ചു വെക്കുന്ന സമ്പ്, ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും തെക്ക് കിഴക്ക് ഭാഗത്ത് പാടില്ല. വീടിന് പുറത്തോ വീടിനകത്തോ തെക്ക് കിഴക്ക് മൂലയിൽ ടോയ്ലറ്റ് പാടില്ല. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും വീടിനകത്തോ പുറത്തോ കൊണ്ടുവരാൻ പാടില്ല. കന്നിമൂലയേക്കാൾ ഉയർന്ന് തെക്ക് കിഴക്ക് ഭാഗം ഇരിക്കാനും പാടില്ല. വസ്തുവിൽ ഏറ്റവും ഉയർന്നിരിക്കേണ്ടത് തെക്ക് പടിഞ്ഞാറാണ്. ഒരുപാട് വീട്ടുകളിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ ഉണ്ട്. ആ കിച്ചന്റെ മുകളിൽ നിങ്ങൾ വാട്ടർ ടാങ്ക് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വാസ്തുപ്രകാരം അത് തെറ്റാണ്. അഗ്നികോണാണ്, അവിടെ ജലം പാടില്ല. മാത്രവുമല്ല, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഹൈറ്റ് ആൻഡ് വെയിറ്റ് ആയിട്ടിരിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ആ വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറാണ്. ഇനി അടുത്തത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്താകാം. നിങ്ങളുടെ വീടിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് കിച്ചൺ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് കിച്ചൺ ഉണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റുകളും മറ്റും കത്തിക്കാനായിട്ട് നിങ്ങളൊരു സ്ഥാനം ഒരു വീട്ടിൽ തിരഞ്ഞെടുക്കുമ്പോൾ അത് ആ വസ്തുവിന്റെ തെക്ക് കിഴക്ക് മൂലയിലായിരിക്കണം. ഇപ്പൊ തെക്ക് കിഴക്ക് മൂലയിൽ എല്ലാ ദിവസവും തീയിടുന്നത് വീടിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് വാസ്തുവിൽ പറയുന്നു. അടുത്തത്, ഫെങ്ഷു പ്രകാരം തെക്ക് കിഴക്ക് ഭാഗത്ത് ജലം പാടില്ല. അവിടെ വാട്ടർ ഫൗണ്ടൻ പാടില്ല. അവിടെ അഗ്നികോണും കൂടി ആയതുകൊണ്ട് അവിടെ എത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പോൾ ചില വീടുകളിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പക്ഷേ നമുക്ക് അവിടെ ധാരാളം ഹെൽത്തി ആയിട്ടുള്ള ലക്കി ബാമ്പ് പോലുള്ള പ്ലാന്റുകൾ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാവുന്നതാണ്. അത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും. ഇനി സ്വീകരണ മുറിയിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാവുന്ന 3-4 ടൂളുകൾ പരിചയപ്പെടുത്താം. ഒന്ന്, സമ്പത്തിന്റെ ഡയറക്ഷൻ ആയതുകൊണ്ട് ഒരു മണി ഫ്രോഗ് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാം. വീടിനുള്ളിലേട്ടായിരിക്കണം അത് നോക്കിയിരിക്കേണ്ടത്. ഒരു അരോന മത്സ്യത്തിന്റെ സ്റ്റാച്ചു വീടിനകത്തോട്ട് നോക്കി തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാം. അതുപോലെ ഡ്രാഗന്റെ ഹെഡും ടോർട്ടോയ്സിന്റെ ബോഡിയുമുള്ള ഒരു ബുദ്ധ, അതിന് മുകളിൽ ഇരിക്കുന്ന ഒരു ബുദ്ധ നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വീടിനുള്ളിലോട്ട് ഡ്രാഗൺ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് നോക്കി വെക്കാവുന്നതാണ്. ലക്കി ബാമ്പു എന്ന് പറയുന്ന ഇൻഡോർ പ്ലാന്റ് നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാം. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാന്നുള്ള ഒരു ധാരണ നിങ്ങൾക്കായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇത് നിങ്ങളുടെ സാമ്പത്തിനെ ഉയർത്താനും നശിപ്പിക്കാനും ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ബാധകമാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇത് കൈകാര്യം ചെയ്യുക. എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.